ശ്രീ മോഹൻ വർഗീസ്, ഇതിനു മുമ്പ് ഇത്രയും വലിയ മാൻഡേറ്റ്, ഇതിന് സമാനമായ മാൻഡേറ്റ് UDF ജനം കൊടുക്കുന്നത് കാൽ നൂറ്റാണ്ട് മുമ്പാണ്, 2021-ലാണ്. അന്ന് 99 സീറ്റ് കിട്ടി, കഴക്കൂട്ടം കൂടി കൂട്ടുമ്പോൾ 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നു. അന്ന് AK ആന്റണി ഒരു യുനാനിമസ് ചോയ്സ് ആയിരുന്നു. പക്ഷേ അവിടെ ഒരു അറേഞ്ച്മെന്റ് വേണ്ടി വന്നു. കെ മുരളീധരൻ KPC പ്രസിഡന്റായി. പിന്നെ ആ ആന്റണിക്ക് പകുതിക്ക് ഇറങ്ങി പോകേണ്ടി വന്നു. മേഖലാ ജാഥകൾ, കോടോത്ത് ഗോവിന്ദൻ നായരുടെ രാജ്യസഭ, സ്വന്തം MLA മാർ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് വോട്ട് ചെയ്യുന്നു. അടികലാശം തുടങ്ങി അങ്ങോട്ട്. പിന്നെ നമുക്കറിയാം 2004-ലും 2006-ലും കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വലിയ പരാജയം. അതായത് ഒരു വലിയ വിജയത്തിന് ശേഷം 3 വർഷം കഴിഞ്ഞാൽ ഒരു വലിയ പരാജയം, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വീണ്ടും വലിയ പരാജയം. ഇത് നമ്മുടെ സമീപകാലത്തെ ഹിസ്റ്ററിയാണ്. ഇപ്പൊ ജനം കൈ അയച്ച് വോട്ട് ചെയ്തു എന്നുള്ള കാര്യം കോൺഗ്രസിന് മുമ്പിലുണ്ട്. അവർക്ക് ഈ പാഠം ഒരു മുൻ ഉദാഹരണമായി അവിടെ ഉണ്ടാവൂ. ഒരു ഇന്റർപ്രറ്റിംഗ് ദ മാൻഡേറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, വിജയിച്ച പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്രശിരസ്കരായി ജനവിധിയെ അംഗീകരിക്കുന്നു. പ്രത്യേകിച്ച് വിജയത്തിൽ പുലർത്തേണ്ട ചില മാന്യതകളുണ്ട്, ചില സഭ്യതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജനവിധിയെ മനസ്സിലാക്കുക. കേരളത്തിലെ ജനം VD സതീശൻ നയിച്ച ഒരു ക്യാമ്പയിൻ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയ്ക്കുള്ളിലും പൊതുസമൂഹത്തിനിടയിൽ ഒരു പ്രതിപക്ഷ മുഖമായി, മുഖ്യമുഖമായി ജനം അവരെയാണ് കണ്ടത്. കേരളത്തിലെ സംവിധായകർ VD സതീശനെയാണ് കണ്ടത്. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ആരും ഹൈക്കമാൻഡിനെ ശ്രമിക്കേണ്ടതില്ല. കാരണം ഹൈക്കമാൻഡ് കണ്ണു തുറന്നാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്, പാർട്ടിയുടെ ഭാവി. കോൺഗ്രസ് പാർട്ടിയെ ജനം നെഞ്ചിലേറ്റി. അത് കോൺഗ്രസ് പാർട്ടിയിലെ 1-2 ആളുകളെ കണ്ടിട്ടല്ല, കളക്റ്റീവ് ഒരു ലീഡർഷിപ്പിന്റെ പ്രഭാവം കാര്യമായ തമ്മിൽ തന്നെ ഉണ്ടായില്ല. പക്ഷേ ജൈവികമായി തന്നെ ഉയർന്നു വന്ന ഒരു നേതാവാണ്. അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഏൽപ്പിച്ച ചുമതല, ഒരു ഹൈക്കമാൻഡ് ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ എന്തെങ്കിലും കാണാതെ സതീശൻ ഒരു മന്ത്രി പോലും ആയിട്ടില്ലാത്ത, KPC പ്രസിഡന്റ് ആയിട്ടില്ലാത്ത ഒരാളെ പ്രതിപക്ഷ നേതാവ് എന്ന ചുമതല ഏൽപ്പിക്കുമ്പോൾ വ്യക്തമായ ഒരു രേഖ ഉണ്ടാകുമല്ലോ, ഒരു ടൈം ലൈൻ ഉണ്ടാകുമല്ലോ. നാളെ എന്ത് 5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഗ്രൂം ചെയ്തെടുത്ത്, സ്ഫുടം ചെയ്തെടുത്ത് ആ ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ ഭംഗിയായി ഹൈക്കമാൻഡിന്റെ മനസ്സിൽ എന്തായിരുന്നോ അത് സതീശൻ ഗ്രൗണ്ടിൽ പാലിച്ചു. ആ ഒരു റിയാലിറ്റി ഇവിടുത്തെ ജനങ്ങൾക്കറിയാമല്ലോ. മാധ്യമങ്ങൾ പറഞ്ഞറിയേണ്ട കാര്യമൊന്നുമല്ല, അല്ലാതെ തന്നെ ജനം കണ്ണു തുറന്ന് ജീവിക്കുന്ന ജനത്തിനറിയാം അതെന്താണ്. അപ്പം ഇതൊരു സ്വാഭാവിക ചോയ്സാണ്. ദിസ് ടൈം ഫോർ VD സതീശൻ എന്നത് ഉദ്ദേശിച്ച് തന്നെയാണ് വലിയ തോതിൽ വോട്ടുകൾ ചെയ്തത്. അത് സതീശൻ പ്രഭാവം എന്ന് മാത്രം പറയേണ്ട കാര്യമില്ല എന്ന് മാത്രം. ഇനി മലബാറാണ് തരംഗത്തിന്റെ പ്രഭവ കേന്ദ്രം. എവിടെയാണ്? മലബാർ മേഖല. മലബാർ മേഖലയിലെ മാൻഡേറ്റ് അത് തെക്കോട്ട് വന്നു. അത് മുസ്ലിം ഭൂരിപക്ഷ മേഖല കടന്ന് ക്രൈസ്തവ മേഖലകളെ തൂത്തുവാരിക്കൊണ്ട് തെക്കോട്ട് വന്നു. അത് സുനാമിയായിട്ട് തന്നെ വന്നു. അതുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തെ ഉദ്ദീപിപ്പിച്ചൊരു കാര്യം എന്താണ്? ശക്തമായ നിലപാടെടുക്കുന്നു. സതീശൻ മുസ്ലിങ്ങളോട് ചേർന്ന് നിന്നു എന്ന് അർത്ഥമില്ല. ഇവിടെ ജാതി മത മേലധ്യക്ഷന്മാരുടെ ചില തീട്ടൂരങ്ങൾ അത് തനിക്ക് ബാധകമല്ല എന്ന് ചങ്കുറപ്പോടുകൂടി പറഞ്ഞ ഏക കോൺഗ്രസ്സുകാരൻ മുൻകാലത്തും അതാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതം പ്രഥമമായി കോൺഗ്രസ്സുകാരനത് പറഞ്ഞിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ അണികളെ മാത്രമല്ല, ഇതൊന്നും ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകളും കേൾക്കാൻ ആഗ്രഹിച്ചത് സതീശൻ പറഞ്ഞു, മുന്നിൽ നിന്ന് നയിച്ചു. അത് മാത്രമല്ല, സതീശന് വ്യക്തമായ ഒരു പോൾ പ്ലാൻ ഉണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം പൊളിറ്റിക്കൽ റീഡിംഗ് ഉണ്ട്, ഒന്നാന്തരം ദിശാബോധമുണ്ട്. കൃത്യ നമ്പറുകളാണ് പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത്ര വോട്ടിന് ജയിക്കും, ജയിച്ചില്ല എങ്കിൽ താൻ വനവാസത്തിന് പോകും. ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു വനവാസത്തിന് പോകുമെന്ന് പറയാൻ ഇത് ആരെങ്കിലും ഇന്നേ വരെ ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും നേതാവ് പറയുമോ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വനവാസത്തിന് പോകുമെന്നല്ല, താൻ ഇതെല്ലാം അങ്ങ് അവസാനിപ്പിക്കും. എന്താണ് അപ്പോൾ പറഞ്ഞു? അത് താനങ്ങനെ വെറുതെ പറഞ്ഞതല്ലേ, 100 സീറ്റ് കിട്ടിയാൽ താൻ പലതും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു പോരാട്ടത്തിനുള്ളൊരു മനസ്സുണ്ട്. ഹീസ് എ ഫൈറ്റർ. ഒരു ഫൈറ്ററെയാണ് വേണ്ടതെങ്കിൽ VD സതീശന് സ്വാഭാവിക ചോയ്സ് ആയിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ ഈ ഗുഡ്വിൽ അനുസരിച്ചാണ്. ആകെയുള്ള ഒറ്റപ്പെട്ട 4 തുരുത്തുകളിൽ ഒന്നാണല്ലോ കേരളം. നല്ല പച്ചപ്പുള്ള കേരളത്തിൽ സംഘടനാ സംവിധാനം ഉണ്ടെന്ന് ഓർക്കണം. ആ തുരുത്ത് ജനവികാരം പരിഗണിക്കാതെ ആ തുരുത്ത് മുകളിൽ നിന്ന് ആരെയെങ്കിലും കെട്ടിയിറക്കി അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉള്ള ഒരു പരിവേഷം ഇല്ലാതെ പോകും. അതൊരു പക്ഷേ അവർ പരിഗണിക്കുമെന്ന ഒരു ചിന്തയുണ്ട് ജനത്തിൽ. തീർച്ചയായും. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു ശത്രുവിനെ കിട്ടുക എന്നുള്ളതാണ് VD സതീശൻ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം എന്നെനിക്ക് തോന്നുന്നു.